ഓക്കെ. അപ്പൊ 80286 എന്ന് പറയുമ്പോഴത്തേക്ക് 16-bit മൈക്രോ പ്രോസസർ ആണ് നമ്മുടെ 8086 പോലെ തന്നെ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് 24 അഡ്രസ് ലൈൻ ഉണ്ട്. 24 അഡ്രസ് ലൈൻ ഉണ്ട്. മെമ്മറി MMU ആദ്യമായിട്ട് IC-യിൽ ഇന്റഗ്രേറ്റ് ചെയ്തത് 80286 ആണ്, മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. ഇനി ഇതൊരു 68 പിൻ IC ആണ്. 8086 ആകുമ്പോൾ 40 പിൻ ആയിരുന്നു. പിന്നെ അതിനകത്ത് 29,000 ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ച. ഇതാകുമ്പോൾ 125K. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓർക്കേണ്ടത് 24 അഡ്രസ് ലൈൻ ആകുമ്പോൾ ഇതിന് എത്ര ഫിസിക്കൽ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും? 2^24 ബൈറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. 2^24 പറഞ്ഞാൽ 16 മെഗാബൈറ്റ്സ് ഫിസിക്കൽ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ 8086 നമ്പർ 2^20 which is equal to 1 മെഗാബൈറ്റ് ഓഫ് മെമ്മറി ആയിരുന്നു ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വിർച്വൽ മെമ്മറി, അതായത് വിർച്വൽ മെമ്മറി എന്നുള്ള കോൺസെപ്റ്റും മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റും ഒക്കെ വന്നിരിക്കുന്നത്, അതായത് ഈ മെമ്മറി വിർച്വൽ മെമ്മറി എന്നുള്ള സാധനം നമ്മുടെ ഹാർഡ് ഡിസ്ക് പോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് 80286 ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ എത്ര വിർച്വൽ മെമ്മറി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് പോലത്തെ കാര്യങ്ങൾ എത്ര എണ്ണം ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ 1 GB വിർച്വൽ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. 1 GB വിർച്വൽ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് പൈപ്പ് ലൈനിങ് ഒക്കെ നന്നായി ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഓൾറെഡി നമ്മുടെ 8086നും പൈപ്പ് ലൈനിങ് ഉണ്ട്. ഇനി 8026 വരുമ്പോഴത്തേക്ക് അവിടെ ഏതൊക്കെ യൂണിറ്റ് ഉണ്ടായിരുന്നു? ബസ് ഇന്റർഫേസ് യൂണിറ്റ്, എക്സിക്യൂഷൻ യൂണിറ്റ് വരുന്നുള്ളത് അല്ലേ? ഇവിടെ 4 യൂണിറ്റ് ഉണ്ട്. അപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പൈപ്പ് ലൈനിങ് ചെയ്യാൻ പറ്റും. അതാ ബെറ്റർ പൈപ്പ്. 4 ഫംഗ്ഷണൽ യൂണിറ്റ് ഉണ്ട് ഇതിനകത്ത്. അത് ഏതൊക്കെയാന്ന് പറയാം. പിന്നെ 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഇതിനുണ്ട്. റിയൽ മോഡും ഉണ്ട്, റിയൽ അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് വിർച്വൽ അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. റിയൽ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ 80286 നമ്മുടെ 8086 പോലെ തന്നെ വർക്ക് ചെയ്യും. വ്യത്യാസമൊന്നുമില്ല, കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ 8086 എത്ര ഉള്ളത്? 16-bit ഡേറ്റ ലൈനും അല്ലെങ്കിൽ 16-bit ഓപ്പറേഷനും പിന്നെ എത്ര 20 അഡ്രസ് ലൈനും അല്ലേ? അത് തന്നെയായിരിക്കും ഈ റിയൽ അഡ്രസ്സിംഗ് മോഡിൽ ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് റിയൽ അഡ്രസ്സിംഗ് മോഡിൽ ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി 1 മെഗാബൈറ്റ് മെമ്മറി ആയിരിക്കും. ഇനി നമ്മൾ പ്രൊട്ടക്റ്റഡ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മോഡാണ് പ്രൊട്ടക്റ്റഡ് മോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 16 MB മെമ്മറി, അതായത് 2^24 മെമ്മറി തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ 1 GB നമ്മുടെ വിർച്വൽ മെമ്മറിയും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് വ്യത്യാസം. മൾട്ടി ടാസ്കിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന വിർച്വൽ മോഡിലാണ്. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ വിർച്വൽ മെമ്മറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. 1 GB വിർച്വൽ മെമ്മറി വരെ ആക്സസ് ചെയ്യാൻ പറ്റും. 2^24 മെമ്മറി ഫിസിക്കൽ മെമ്മറി ആക്സസ് ചെയ്യാനും പറ്റും ഇൻ വിർച്വൽ മോഡ്. പിന്നെ 4 ഫംഗ്ഷണൽ യൂണിറ്റ് ഉണ്ട് ഇതിന്. അഡ്രസ് യൂണിറ്റ്, ഇൻസ്ട്രക്ഷൻ യൂണിറ്റ്, ബസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ്. പക്ഷെ നമ്മുടെ 8086 എത്ര ഉണ്ടായിരുന്നുള്ളൂ? 2 യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി 803 ഇനി ഇതിനകത്ത് ബാക്കി 80286 പോലെ തന്നെ 16-bit ജനറൽ പർപ്പസ് രജിസ്റ്റർ എത്ര? 8 AH BH അതെല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ 8 ഉണ്ട്, 8 16-bit ഉണ്ട്. അത് ഏതൊക്കെയാന്ന് പറയുന്നില്ല. പിന്നെ 4 16-bit സെഗ്മെന്റ് രജിസ്റ്റർ ഉണ്ട്. അവിടെ നമുക്ക് എത്ര തന്നെയായിരുന്നു? 4 ആയിരുന്നു അല്ലെ? കോഡ് സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്, ഡേറ്റ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ് 4 തന്നെയായിരുന്നു. പിന്നെ 16-bit തന്നെയായിരുന്നു അവിടെ സെഗ്മെന്റ് രജിസ്റ്റർ അവിടെ നമുക്ക് 16-bit തന്നെയായിരുന്നു. ഇവിടെ അത് തന്നെയാണ്. സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്, കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്, അവിടുത്തെ പോലെ തന്നെ ഇൻസ്ട്രക്ഷൻ പോയിന്റർ ഉണ്ട്. ഇനി ഇവിടുത്തെ ഫ്ലാഗ് രജിസ്റ്റർ അവിടെ നമുക്ക് 16-bit ആയിരുന്നു. ഇവിടുത്തെ ഫ്ലാഗ് രജിസ്റ്റർ 32-bit ആണ്. ഫ്ലാഗ് രജിസ്റ്ററിന്റെ 32-bit ആണ് ഫ്ലാഗ് രജിസ്റ്റർ. അപ്പൊ അതിനകത്ത് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ D0 to D15 നമ്മുടെ ഏകദേശം നമ്മുടെ 8086 പോലെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരെണ്ണം PE, അതായത് പ്രൊട്ടക്ഷൻ, റിയൽ മോഡും പ്രൊട്ടക്ഷൻ മോഡും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് PE എന്ന് പറയുന്ന ബിറ്റ് ആണ് ഈ പ്രൊട്ടക്ഷൻ മോഡിലായിട്ട് നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 7th ബിറ്റ് ഓഫ് D16 ആയിരിക്കും പ്രൊട്ടക്ഷൻ മോഡ് ഇനേബിൾ ചെയ്യുന്നത്. അത് 2 മോഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? റിയൽ അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്, പ്രൊട്ടക്ഷൻ മോഡ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ മോഡ് ഇനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റ് PE അല്ലെങ്കിൽ D16 ബിറ്റ് ഓഫ് ഫ്ലാഗ് രജിസ്റ്റർ. അത് ഓർത്താൽ മതി അതിന്. പിന്നെ ആ യൂണിറ്റിൽ എന്തൊക്കെയാ ചെയ്യുന്നത്? അഡ്രസ് യൂണിറ്റ് റെസ്പോൺസിബിൾ ഫോർ കാൽക്കുലേറ്റിംഗ് ഫിസിക്കൽ അഡ്രസ്. ബെസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫിസിക്കൽ അഡ്രസ് നമ്മൾ പ്ലേസ് ചെയ്ത് പോയി എടുത്തുകൊണ്ട് വരുന്നത് നമ്മുടെ ബെസ്റ്റ് യൂണിറ്റ്, ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്നത്. ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് ഇൻസ്ട്രക്ഷൻ എടുത്ത് വെക്കുന്നത്, ക്യൂവിൽ നിന്ന് എടുത്തുകൊണ്ട് വെക്കുന്നത് ഇൻസ്ട്രക്ഷൻ യൂണിറ്റിലാണ്. എക്സിക്യൂഷൻ യൂണിറ്റ് ആകുമ്പോൾ യൂഷ്വൽ എക്സിക്യൂഷൻ പെർഫോം ചെയ്യും. മറ്റേടത്ത് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് 2 യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ 80386 എന്ന് പറഞ്ഞാൽ 32-ബിറ്റ് പ്രോസസർ ആണ്. ഫസ്റ്റ് 32-ബിറ്റ് പ്രോസസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80386. ഫസ്റ്റ് 32-ബിറ്റ് പ്രോസസർ മൈക്രോപ്രോസസർ, ഫസ്റ്റ് 32-ബിറ്റ് മൈക്രോപ്രോസസർ. ഇത് തന്നെ 3 വെർഷൻ ഉണ്ട്. 80386SX, 80386SL, 80386DX. DX ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. SX-ന്റെയും SL-ന്റെയും പ്രത്യേകത 32-ബിറ്റ് പ്രോസസർ ആണെങ്കിലും അവിടുത്തെ ഡേറ്റാബേസിന്റെ എണ്ണം SX-ലും SL-ലും 16-ബിറ്റ് ആയിരുന്നു. ഓപ്പറേഷൻസ് എല്ലാം 32-ബിറ്റ് നടക്കുന്നെങ്കിലും ഡേറ്റാബേസിന്റെ എണ്ണം 16 ബിറ്റ് SX-ലും SL-ലും ഉള്ളൂ. ഇനി 80386DX ആണ് സുപ്പീരിയർ ആയിട്ടുള്ളത്. അതിന് 32-ബിറ്റ് പ്രോസസറാണ്, 32-ബിറ്റ് ഡേറ്റ ലൈനും ഉണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നത് 32-ബിറ്റ് ആകുമ്പോൾ 2:32 മെമ്മറീസ് ആക്സസ് ചെയ്യാൻ പറ്റും. 2:30 എന്ന് പറയുമ്പോൾ 4 GB ഫിസിക്കൽ മെമ്മറി നമുക്ക് ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി വിർച്വൽ മെമ്മറി ഇവിടെയുണ്ട്, പ്രൊട്ടക്ഷൻ മോഡും റിയൽ മോഡും ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റേടുത്ത് നമുക്ക് 80286-ല് 1 GB വിർച്വൽ മെമ്മറി ആയിരുന്നു ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 64 TB ടെറാബൈറ്റ് വിർച്വൽ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ 132 പിന്നായിരുന്നു, മറ്റേ 80286 ആണെങ്കിൽ 68 പിന്നായിരുന്നു. പിന്നെ 6 ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്. പറ്റുവാണെങ്കിൽ നോക്കിയാൽ മതി. സെഗ്മെന്റേഷൻ, പേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ 80386 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെഗ്മെന്റേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വിട്ട് പോകേണ്ടി വരും. നമ്മൾ ക്യാഷ് ചെയ്യും, അങ്ങനത്തെ അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ 64 TB അല്ലെങ്കിൽ അത് ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള വെർഷൻ 80386DX ആണെന്ന് ഓർക്കുക. ബാക്കി രണ്ടെണ്ണവും 32-ബിറ്റ് പ്രോസസർ ആണെങ്കിലും 16-ബിറ്റ് ഡേറ്റ ലൈനേ ഉള്ളൂ. 6 ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഓർക്കേണ്ടത് ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. പിന്നെ ഇവിടെ മറ്റേടത്ത് നമുക്ക് 2 മോഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 3 മോഡ്സ് ഉണ്ട്. റിയൽ മോഡ്, പ്രൊട്ടക്റ്റഡ് മോഡ്, വിർച്വൽ മോഡ്. പ്രൊട്ടക്റ്റഡ് മോഡും വിർച്വൽ മോഡും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇത്രയും കാര്യം മതി കേട്ടോ. എങ്ങനെയാ തോന്നുന്നത്? ഇനി നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻ നോക്കാം. Question number 18. The interface chip used for data transmission between 8085-ഉം 16-bit ADC. ADC എന്ന് വെച്ചാൽ എന്താ? A2D കൺവേർട്ടർ അല്ലേ? അപ്പൊ പെരിഫറൽസ് അല്ലേ അതൊക്കെ? അപ്പൊ A2D, അപ്പൊ അതൊരു പെരിഫറൽ ആയതുകൊണ്ട് പെരിഫറലിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഏതാ യൂസ് ചെയ്യുന്നത്? A2, ആദ്യം പഠിച്ചത് 8255. പിന്നെ അടുത്ത 19. അവിടെ അസർഷൻ ആദ്യമേ ക്വസ്റ്റ്യൻ കോഡാ തന്നേക്കുന്നത്, തൊട്ട് താഴെയാണ് അസർഷൻ തന്നേക്കുന്നത് കേട്ടോ. അസർഷൻ ഒന്ന് വായിച്ചേ. The main difference between microprocessor and a microcontroller is that the former doesn't have any on-chip main memory, whereas latter has. ഇനി റീസൺ പറഞ്ഞിരിക്കുന്നത് a microprocessor do not need memory to run program. അത് ശരിയാണോ? ആദ്യത്തെ കാര്യം ശരിയാ. മൈക്രോപ്രോസസറിന് ഉള്ളിൽ എന്തില്ല? മെമ്മറി ഇല്ല. ഉണ്ടോ? ഉള്ളിൽ എന്തേ ഉള്ളൂ? ALU ഉണ്ട്, കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇതല്ലേ ഉള്ളൂ. അപ്പോ മെമ്മറി എല്ലാം പെരിഫറൽ ആ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എക്സ്റ്റർണലി നമ്മുടെ പ്രോസസർ ആക്സസ് ചെയ്യുന്നതാണ്. അപ്പോ മെമ്മറി അത് ശരിയാണ്, ഓൺ ചിപ്പ് മെമ്മറി ഇല്ല. അസർഷൻ ട്രൂ ആണ്. പക്ഷെ മൈക്രോപ്രോസസറിന് മെമ്മറി വേണ്ട, പ്രോഗ്രാം റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? മെമ്മറി നമ്മൾ എക്സ്റ്റർണലി കണക്ട് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് ഫിസിക്കൽ മെമ്മറിനെ. അപ്പോ അസർഷൻ ട്രൂ ആണ്, പക്ഷെ റീസൺ ഫോൾസ് ആണ്. What is the 24th question? What is the address space of 8086? എത്രയായിരുന്നു? 2⁻20, which is 1 megabyte. ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 27 വീണ്ടും. 8255 എന്നുള്ളത്. പിന്നെ which one of the following address mode is used in instruction push B? push B എന്ന് കണ്ടു കഴിഞ്ഞാല് അത് ശരിക്കും പറഞ്ഞാന്നറിയോ എന്ത് അഡ്രസ്സിംഗ് കോഡാ? നിങ്ങൾ നോക്കുമ്പോൾ രജിസ്റ്റർ മാത്രമേ ഉള്ളൂ, ചാടിക്ക് രജിസ്റ്റർ കൊടുക്കും. പക്ഷെ അവിടെ ശരിക്കും എന്താ ചെയ്യുന്നത്? ബിയിലുള്ള കണ്ടന്റ് സ്റ്റാക്ക് പോയിന്ററിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിനുള്ളിൽ, സ്റ്റാക്ക് പോയിന്ററിൽ ഒരു അഡ്രസ് ഉണ്ട് അല്ലെ? ആ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്റ്റാക്ക് മെമ്മറിനെ സൂചിപ്പിക്കുന്ന ആ മെമ്മറിയിൽ പോയി റൈറ്റ് ചെയ്യാണ് അല്ലെ? അങ്ങനെ വരുമ്പോൾ ഏതാ? ഇൻഡയറക്റ്റ് ആണ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. പുഷും പോപ്പും എല്ലാം രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണ്.
ഇനി 29 DMA is faster than interrupt initiated IO or polling based IO for. അതായത് നമുക്ക് ഈ പോളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്താന്ന് പോളിംഗ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഈ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് IO ഡിവൈസുകൾ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പോളിംഗ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും ഒക്കെ എളുപ്പമുള്ള മെത്തേഡ് ആയിരുന്നു നമ്മൾ DMA എന്ന് പറയുന്ന ഒരു IC വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ DMA ഈസ് ഫാസ്റ്റർ ദാൻ നമ്മൾ അതായത് ഇന്ററപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം ഒരു IOയിൽ നിന്ന് അടുത്ത IOയിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അതിലും എളുപ്പം അന്നേരം ആ സമയത്ത് പക്ഷെ എന്ത് ചെയ്യണം, പ്രോസസ്സർ എന്തായിരിക്കണം, അത് ബസ് വിട്ടുകൊടുക്കുകയും ഒക്കെ വേണം. അപ്പോൾ പ്രോസസ്സറിനെ എന്ത് ചെയ്യണം, തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇന്ററപ്റ്റ് പ്രോസസ്സിന് ഒരു ഇന്ററപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താ DMA എന്ന് പറയുന്നത്. അപ്പൊ DMA ഈസ് ഫാസ്റ്റർ ദാൻ എയ്തർ ഇന്ററപ്റ്റ് ഇനിഷ്യേറ്റഡ് IO ഓർ പോളിംഗ് ബേസ്ഡ് IO ഫോർ വെരി ലാർജ് ഡേറ്റ ട്രാൻസ്ഫർ. അപ്പോൾ അസേർഷൻ ട്രൂ ആണ്. റീസൺ നോക്കാം. DMA takes control of the system bus and needs no processor intervention during the data transfer. ശരിയാ, DMA എന്താ, ബസിന്റെ കൺട്രോളിങ് കാര്യങ്ങൾക്ക് DMA ആയിരിക്കും ഏറ്റെടുത്തിരിക്കുന്നത്. പ്രോസസറിനെ അപ്പൊ എന്ത് ചെയ്യത്തില്ല, ഇന്ററപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അസേർഷൻ ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. റീസെറ്റും ട്രാപ്പല്ല, ഇറ്റ്സ് റൈറ്റ് 5. NDPCയുടെ എന്തോ ക്വസ്റ്റ്യൻ സാർ തന്നതാ. ക്വസ്റ്റ്യൻ നമ്പർ 35. 8255 എന്തായിരുന്നു, മാച്ച് ചെയ്യാനാ, പെരിഫറൽ ഇന്റർഫേസ് അല്ലെ. അപ്പോ A1. 8279 എന്തായിരുന്നു, കീബോർഡ് ഇന്റർഫേസ്, B4. അടുത്ത 8254 or 53 എന്ന് പറഞ്ഞാല് ടൈമർ, അപ്പം C2. 8257 എന്ന് പറഞ്ഞാല് DMA, അപ്പൊ D3. അപ്പൊ ഓപ്ഷൻ D വരും. ഇനി 38, question number 38. Which of the following instruction of an 8086 processor uses content of CX register as a counter? അപ്പോ ലോക്ക്, ലൂപ്പ്, റൊട്ടേറ്റ് ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്, റൊട്ടേറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ 2 and rotate. ഓക്കെ, അപ്പൊ only 2 and 3 ഓപ്ഷൻ C വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് DMA മോസ്റ്റ് സൂട്ടബിൾ? അത് ഹാർഡ് ഡിസ്കിനാണ്, അതായത് നമ്മൾ മെമ്മറി വരുന്നതിനകത്തല്ലേ. അപ്പൊ ഹാർഡ് ഡിസ്കിന്റെ കാര്യം ഓർത്താൽ മതി കേട്ടോ, കൂടുതൽ നല്ലത്. അടുത്തത് 41. ഇന്ററപ്റ്റ് 0 എന്ന് പറയുന്നത് INT0 അല്ലെങ്കിൽ ടൈപ്പ് 0. ഏറ്റവും താഴെ വരുന്ന ഏതായിരുന്നു, അതിനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്, നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പം INT0 ഏതാ, ഡിവൈഡ് ബൈ 0 തന്നെ കറക്റ്റ് ആണ് അല്ലെ. INT1 സിംഗിൾ സ്റ്റെപ്പ്. ഇനി അടുത്ത ടൈപ്പ് 2 എന്തായിരുന്നു, നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്രേക്ക് പോയിന്റ് ആണ്. ഇന്ററപ്റ്റ് 3 ആയിരുന്നില്ലേ, ബ്രേക്ക് ഞാൻ പറയാം. ടൈപ്പ് 0 ഡിവൈഡ് ബൈ 0. ഏറ്റവും അവസാനത്തത് ടൈപ്പ് 4 എന്ന് പറയുന്നത് ഇതാ, ഓവർഫ്ലോയാ. അപ്പം ടൈപ്പ് 4 അല്ല, ടൈപ്പ് 4 ഓവർഫ്ലോ. അതിന്റെ തൊട്ട് താഴത്തത് ബ്രേക്ക് പോയിന്റ് ആയിരുന്നു. ടൈപ്പ് INT3 ആയിരുന്നു ബ്രേക്ക് പോയിന്റ് വരേണ്ടത്. ടൈപ്പ് 3 ആയിരുന്നു ബ്രേക്ക് പോയിന്റ്. അപ്പൊ C ആണ് തെറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 50. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 50 വേണം, 45 വേണം. 50 നോക്കോ. 50 ഇൻ എ മൈക്രോ കമ്പ്യൂട്ടർ വെയിറ്റ് സ്റ്റേറ്റ്സ് ആർ യൂസ്ഡ്. വെയിറ്റ് എന്തിനാണ്, നമ്മൾ വെയിറ്റും കണ്ടു. നമ്മളെ എന്താ പ്രോസസർ കൺട്രോൾ ഇൻസ്ട്രക്ഷനകത്ത് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എക്സ്റ്റേണൽ നമ്മൾ എന്തെങ്കിലും വേറെ പ്രോസസറൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പ്രോസസർ സ്ലോ ആയിരിക്കും. അപ്പൊ ആ ഒരു അപ്പൊ കുറച്ചു നേരം എന്ത് ചെയ്യും പ്രോസസറിന്, അപ്പൊ ഒരു വെയിറ്റ് ചെയ്യാതിരിക്കും അല്ലെങ്കിൽ ഒരു ഡിലേ കൊടുത്ത് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, വെയിറ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഏതാണ്, make the processor wait during a DMA operation, make the processor wait during a power interrupt processing, make the processor wait during a power shutdown, interface slow peripherals to the processor. പെരിഫറൽ സ്ലോ ആണെന്നുണ്ടെങ്കിൽ പ്രോസസർ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, ആ പ്രോസസറിനെ ഒന്ന് ഡിലേ ചെയ്യിപ്പിക്കുന്നതാണ് വെയിറ്റ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഓപ്ഷൻ D അത് നോക്കണം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. അടുത്ത 45. BHE ബാർ ഒക്കെ ഓർമ്മയുണ്ടോ, ബസ് ഹൈ ഇനേബിള്.
വെസ് എനേബിൾ A0 നമ്മൾ പഠിച്ചതാ. 00 ആകുമ്പോഴ് എന്തായിരുന്നു? 00 എന്നായിരുന്നു? 16 bit. No word transfer. Word 01 upper byte. byte from odd address. 10 ആകുമ്പോൾ even address. Lower byte even address. ഓക്കെ. അപ്പൊ D വരുമ്പോഴത്തേക്ക് 11 നോപ്പ് ഓപ്പറേഷൻ. അപ്പൊ അതിനകത്ത് ഏതാ മാച്ച്? അതിൽ 11 ആണെങ്കിൽ എന്തായിരുന്നു? നോ ഓപ്പറേഷൻ. ഓപ്പറേഷൻ ഒന്നുമില്ല. പാസീവ് സ്റ്റേറ്റ് ഒന്നുമില്ല. അപ്പൊ അതിനകത്ത് ഏതാ ഓപ്ഷൻ നോക്കണ്ട നിങ്ങളപ്പോ. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് സൊല്യൂഷൻ കിടപ്പുണ്ടേ. അടുത്തത് ഇത് കൂടുതലും 5ന്റെ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് നമ്മളിങ്ങനെ തപ്പിയെടുക്കേണ്ടി വരുന്നത്. റെഡി സിഗ്നൽ ഇതെല്ലാം 5 ആ. നമ്മുടെ റെഡി എന്തായിരുന്നു? 8486 റെഡി എന്തായിരുന്നു? പെരിഫറൽ അറിയിക്കുന്നതാണ് ഞാൻ റെഡിയാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. അതായത് നമ്മുടെ 8086 റെഡി. ഇനി 77 ഒരു മൾട്ടി പ്രോസസർ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, 2 കോ പ്രോസസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കണം? രണ്ടുപേരുടെയും എന്താ പറയാ, ഹോസ്റ്റിന്റെയും in a multiprocessor configuration, 2 coprocessors are connected to the host 8086. The 2 coprocessors instruction set എന്തായിരിക്കണം? ഹോസ്റ്റിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കണം. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഫാമിലിയിലുള്ള സാധനം കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. So 78 എന്താ വരുന്നത്? നോക്കട്ടെ. മെമ്മറി സ്പീഡ് ആക്കുക. എഫക്റ്റീവ് സ്പീഡ് ഓഫ് മെമ്മറി കൂട്ടാനുള്ളതാ. കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ ഇവിടെ, കുറച്ച് പണി നടക്കുന്നുണ്ട് പുറത്ത്. ഇതെല്ലാം നമ്മുടെ അല്ല, 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അതൊക്കെ 8085 അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും. 85 ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും നമുക്ക് കാണുമ്പോൾ അറിയാം എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മുടെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ എത്രയായിരിക്കും ഇൻസ്ട്രക്ഷന്റെ സൈസ്? 8086 അതിന് മാത്രമേ ഫിക്സ്ഡ് പറയാൻ പറ്റുള്ളൂ. എത്രയായിരുന്നു? 2 byte. ഈ പേജ് മുഴുവൻ 8085 ആ. ഇതെല്ലാം 85 ആടാ. അപ്പൊ നമുക്ക് നിർത്താം. ഇതെല്ലാം 85 ആ. 31, the advantage of using segment registers. 31 question. 36 and the above process microprocessor that allow the memory capacity to be 1 megabyte even when the address associated within the registers are only 16 bits. Allow the instruction data or 64K facilitate use of separate memory area. അതെനിക്ക് ഓൾ ദീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം വരത്തില്ലേ? അല്ലാതെ മെമ്മറി കപ്പാസിറ്റി 1 മെഗാബൈറ്റ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ആർ 16 ബിറ്റ് വൈഡ് ആണ്. ഓൾ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ആൻസർ ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നി. എത്രയായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 38 അല്ലേ? 31 ഡി. ശരിയാ, ഓളാ. എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. അതായത് നമുക്ക് 16 MB മെമ്മറി ഉണ്ടെങ്കിലും നമ്മുടെ അഡ്രസ് എല്ലാം എത്രയാണ്? നമ്മുടെ പ്രോസസർ എല്ലാം 16 ബിറ്റിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി അങ്ങനെ സെഗ്മെന്റ് ചെയ്തിരിക്കുന്നത്. അന്നേരമാണ് നമ്മൾ ഈ കോഡ് സെഗ്മെന്റ് അറ്റത്തൊരു 0 ആയിട്ട് ആഡ് ചെയ്ത് ഫിസിക്കൽ മെമ്മറി അഡ്രസ് കണ്ടുപിടിക്കുന്നത്. അതിങ്ങനെ സെഗ്മെന്റ് ചെയ്താലേ എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 20 ബിറ്റും എന്ത് വേണ്ടി വരും? അഡ്രസ് വേണ്ടി വരും. 20 ബിറ്റ് അഡ്രസ് ഹാൻഡിൽ ചെയ്യാൻ ഹലോ
എനിക്കൊരു കോൾ വന്നായിരുന്നേ, ഇന്ററപ്റ്റഡ് ആയോ? ഇല്ല. ഉം. മിസ്സേ ഉസാട്ടിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? യൂണിവേഴ്സൽ സിംഗ്രണസ് അസിംഗ്രണസ് റിസീവർ കം ട്രാൻസിസ്റ്റർ, റിസീവർ കം ട്രാൻസീവർ. അത് ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എവിടെയോ കണ്ടു. അതൊന്ന് എനിക്ക് അയക്കണേ കാണുമ്പോ. എനിക്ക് എന്റെ നമ്പർ ഞാൻ എന്റെ ഫോൺ നമ്പർ സാറിനോട് ചോദിച്ചാൽ മതി കേട്ടോ. 13 ഓപ്പറേഷൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ഉസാട്ട് ചിപ്പ് പ്രൊവൈഡ്സ് ഹാഫ് ഡ്യൂപ്ലെക്സ് ഓപ്പറേഷൻ, ഫുൾ ഡ്യൂപ്ലെക്സ് ഓപ്പറേഷൻ, ഡ്യൂപ്ലെക്സ് ഓപ്പറേഷൻ, ഫുൾ ഡ്യൂപ്ലെക്സ് ബട്ട് cannot work in asynchronous mode. രണ്ട് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് USART. ഫുൾ ഡ്യൂപ്ലെക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി 63 പ്രോഗ്രാം കൗണ്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. പിന്നെ ദ സിംഗ്രണൈസേഷൻ ബിറ്റ്വീൻ മൈക്രോപ്രൊസസർ ആൻഡ് മെമ്മറി ഈസ് ഡൺ ബൈ early signal, hold signal, ready. Address latch enable. നോക്കട്ടെ 64. അത് സിംഗിൾ, അത് ശരിക്കും പറഞ്ഞാ എന്താ പറയാ, നമ്മുടെ സിംഗിൾ മോഡില്ലേ, മൾട്ടി മോഡല്ല, സിംഗിൾ മോഡിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ റെഡി സിഗ്നൽ വെച്ചിട്ട് ചോദിക്കൂലേ റെഡി ആണോ എന്നുള്ളത്, പെരിഫറല് ചോദിക്കില്ലേ. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ അത് മാത്രമേ ഉള്ളൂ റെഡി സിഗ്നൽ. സി അത് പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട്, അത് 8085 ഉദ്ദേശിച്ചാണോ എന്നുള്ളത് അവർ കൊടുത്തിട്ടില്ല ഏതാണ്. 8085 ഒരു റെഡി സിഗ്നൽ ഉണ്ട്. An interrupt which can be temporarily ignored by counter is called. അതായത് നമുക്ക് ടെമ്പററി ഏത് ഇന്ററപ്റ്റ് ആണെങ്കിലും നമുക്ക് ടെമ്പററി നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഇന്ററപ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് എന്താ മാസ്കബിൾ ഇന്ററപ്റ്റ്. അതാണ് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു മാസ്കബിൾ ടൈപ്പ് ഇന്ററപ്റ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടില്ല എന്ന് അടിച്ചിട്ട് പ്രോസസറിന് അതിന്റെ അടുത്ത ഇൻസ്ട്രക്ഷൻ വേറെ ഇൻസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നോൺ മാസ്കബിൾ ആണെങ്കിൽ അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് NMI ഹാൻഡിൽ ചെയ്യും. മിസ്സേ 88 നോക്കട്ടെ, വെയിറ്റ്. bus which is used to transfer data from main memory to peripheral device. That is data. അത് ഡാറ്റ ബസ് അല്ലേ? in a microprocessor program 91. ഓക്കെ, പ്രോഗ്രാം എവിടെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയിലാണ് അല്ലെ, കാരണം മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുവാ ചെയ്യുന്നത്. പിന്നെ തൽക്കാലത്തേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കും? രജിസ്റ്ററിലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല. അതുകൊണ്ടാണ് അവിടെ പ്രോഗ്രാം ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി ആൻഡ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ രജിസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയല്ലേ, വെയിറ്റ് സ്റ്റേറ്റ്മെന്റ്. As compared to 16-bit processor and 8-bit processor are limited in data handling capacity, addressable memory, speed എല്ലാം വരും. 68D.
An opcode translate 82. An opcode translates a mnemonic, instructs the CPU, stores data. D. ഏതായിരിക്കും? Instruct the CPU അല്ലേ? എയ്റ്റ് 8051 പഠിച്ചോ? സോറി 8051 പഠിച്ചോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഹലോ 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 8051 സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലല്ലോ മിസ്സേ. പഠിക്കണ്ടേ? 8051 കുറച്ച് എളുപ്പാ. 2 ക്ലാസ് ഉണ്ടെങ്കിൽ തീരും തോന്നുന്നു. റിട്ടേൺ ഫ്രം എ സബ്റൂട്ടീൻ ഈസ് അഫക്റ്റഡ് ബൈ. റിട്ടേൺ വരുന്നത് എങ്ങനെയാ? RET എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴല്ലേ, വേറെ ഒന്നുമില്ലല്ലോ ഇതിനകത്ത്. ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്തായാലും റിട്ടേൺ ഇല്ല. റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴാണ് സബ്റൂട്ടീനിൽ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്, RET കൊടുക്കുമ്പോൾ. USART ഫുൾ ഡ്യൂപ്ലെക്സ് അല്ലായിരുന്നോ? നോക്കിയല്ലേ ആൻസർ കീ 13. ഓ ഇതിൽ നോക്കിയിട്ട് ഇതിലത്തെ ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? രണ്ടാമത്തെ 13 ബി. അത് തന്നെ, ഫുൾ ഡ്യൂപ്ലെക്സ് തന്നെ കേട്ടോ. ഓക്കെ. ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ബേസിക് എലമെന്റ് ഓഫ് എ മൈക്രോ പ്രോസസർ എന്തേ ഉള്ളൂ? ALU പ്രോസസറിനുള്ളിൽ എന്തേ ഉള്ളൂ? ALU കൺട്രോൾ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി 47. The 38 process of causing an unplanned branching operation to occur, usually initiated by an external system. എന്തെങ്കിലും ഒരു പെരിഫറൽ വെച്ച് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇന്ററപ്റ്റ് കൊടുക്കുമ്പോഴല്ലേ പെട്ടെന്നൊരു ബ്രാഞ്ചിങ് ഓപ്പറേഷൻ നടന്ന് ഏതെങ്കിലും ഒരു ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി 38. ഹലോ മിസ്, പ്രോഗ്രാംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ഏതെങ്കിലും കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നല്ലോ? ഞാൻ ഇന്നിപ്പം ഒരെണ്ണം കാണിച്ചിട്ടില്ലേ, എന്തായിരുന്നു നമ്മുടെ റൊട്ടേറ്റ് റൈറ്റും റൊട്ടേറ്റ് ലെഫ്റ്റും ഒക്കെ ഇല്ലേ? അത് വരുമ്പോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാൻ വരത്തില്ല, കാരണം സമയം കുറവല്ലേ. ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റിനകത്ത് ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. പിന്നെ ഇങ്ങനെ വരാം, അതായത് റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രജിസ്റ്ററിന്റെ കണ്ടന്റ് തന്നിട്ട് ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഇതിനകത്ത് വാല്യൂ എന്ന് ചോദിക്കാം. പിന്നെ ടെസ്റ്റ് സിഗ്നൽ ഇല്ലേ, അത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 2 പ്രീവിയസ് പോളിയുടെ ക്വസ്റ്റിനകത്തും ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു, റിസൾട്ട് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ അത് ഏത് ഓപ്പറേഷൻ ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടെസ്റ്റ്
തിരിച്ച് ആൻഡ് ചെയ്യുന്നു, റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിക്കും. ടെസ്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതും ചോദിച്ച് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ചോദിക്കാൻ അങ്ങനെ വരുന്നത് ഈ കൗണ്ട് ഒക്കെ വരുന്നത് ചോദിക്കുന്നത് 8051 വരുമ്പോഴാണ്. അപ്പൊ ഡീക്രിമെന്റ് R3 അങ്ങനെയൊക്കെ തന്നിട്ട് R3 ഒരു വാല്യൂ ചെയ്തിട്ട് അപ്പൊ എത്ര കഴിഞ്ഞിട്ടായിരിക്കും, എത്ര ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും അത്. അതങ്ങനെ നമ്മുടെ PSCയുടെ ക്വസ്റ്റിനകത്ത് പൊതുവെ കുറവാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറെ നോക്കി നമ്മുടെ ഇൻസ്ട്രുമെന്റൽ കുറെ നമ്മുടെ കുറെ ഉണ്ടല്ലോ, ഇൻസ്ട്രക്ടർ എല്ലാം ബിടെക് ലെവൽ അല്ലേ, ഒന്നിലും ഇതുവരെ കണ്ടില്ല. പ്രീവിയസ് ക്വസ്റ്റിനകത്ത് ഒന്നും കണ്ടില്ല അത്. പിന്നെ ഇതിങ്ങനെ നോക്കിക്കോ, ഈ ഓരോ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ക്യാരി ഫ്ലാഗിന്റെ സ്റ്റാറ്റസ് എന്തായി മാറും, അല്ലെങ്കിൽ രജിസ്റ്ററിന്റെ കണ്ടന്റ് എന്തായിരിക്കും, അത് റൊട്ടേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഇമ്പോർട്ടന്റ്, ഷിഫ്റ്റിങ് ഇതൊക്കെ വരുമ്പോൾ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ എന്തായി മാറും എന്നുള്ളത് അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കി വെച്ചേക്കാം. ഈ ഗേറ്റ് ലെവലും നമ്മുടെ PSC ലെവലും കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ അത് 3 മണിക്കൂറില്ലേ, ഇത് നമുക്ക് ഇതിനകത്ത് തന്നെ ഞാൻ പറയട്ടെ, മാത്സ് നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് മാത്സിന് വരത്തില്ലേ, 20 ക്വസ്റ്റ്യൻ ആവുന്നിരിക്കുന്നത് മാത്സിൽ. 20 ബേസിക് എഞ്ചിനീയറിംഗ്, 20 ബാക്കി 60 കോറ്. നമ്മൾ മാത്സിനകത്ത് തന്നെ നമുക്ക് ഒരു നല്ല സമയം പോകുന്നതാണ്. മാത്സിനകത്ത് ആകെ 1.25 മണിക്കൂറുണ്ട്. സോ ആദ്യം മറ്റേ കോറെല്ലാം ചെയ്യുക, ചെയ്തിട്ട് തിരിച്ചു വന്ന് മാത്സ് ചെയ്യുക. 20 ക്വസ്റ്റ്യൻ വരും, 20 ദിവസം നല്ല സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് ടൈമും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാൻ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പം നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈസി ആയിരിക്കും. മറ്റേ IT = IC × ആന്റിന കറണ്ടോ അല്ലെങ്കിൽ ആന്റിന വോൾട്ടേജ് ഒക്കെ തന്നിട്ട് മ്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതൊക്കെ കഴിവതും ചെയ്യാതെ പോയിട്ട് പിന്നീട് തിരിച്ചു വരുന്നതായിരിക്കും. കാരണം അവിടെ റൂട്ട് വരുന്നതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാൻ നല്ല സമയം എടുക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാലേ ആദ്യം ഒന്ന് സ്കിപ്പ് ചെയ്യുന്നിട്ട് പിന്നെ ടൈം ഉണ്ടേ വന്ന് ചെയ്യുക. ടൈം ഒരു പ്രശ്നമായിരിക്കും ഇപ്രാവശ്യം. കാരണം പണ്ടൊക്കെ മാത്സ് ഇത്രയും ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, ജനറൽ നോളജ് അല്ലായിരുന്നു. അതുകൊണ്ട് ടൈം പ്രശ്നമാകാൻ എനിക്ക് സാധ്യത ഉണ്ട്, 1.25 മണിക്കൂറും ഉണ്ട്. ആദ്യം നിങ്ങൾ അറിയാവുന്ന കാര്യം ചെയ്യുക, എന്നിട്ട് വന്നേ മാത്സ് പിന്നെ ചെയ്താൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. 20 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഇന്റഗ്രേഷൻ ഒക്കെ വരുന്നതല്ലേ, നല്ലപോലെ സമയം എടുക്കും. ചിലത് കാണും എളുപ്പം ചെയ്യാവുന്നത്, എന്നാലും അതുകൊണ്ട് ഒത്തിരി നമുക്ക് പ്രോബ്ലമാറ്റിക് ന്യൂമറിക്കൽ ഒന്നും വരത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് നിർത്താം ഏകദേശം. ഒക്കെ നമുക്ക് 8051 ഒക്കെ പഠിച്ചിട്ട് നമുക്ക് പിന്നെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ശരിയേ, പഠിക്കേ. പഠിച്ച ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നോക്കുക. അപ്പൊ മറ്റേ പെരിഫറൽ ICs ഒക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് പേരും പഠിച്ച് എന്തെങ്കിലുമൊക്കെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നത്, അല്ല ഡെപ്തിലൊന്നും പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓൾറെഡി തന്നെ നിങ്ങൾക്ക് 86 ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇൻസ്ട്രക്ഷൻ സെറ്റ് എല്ലാം നോക്കിക്കോണേ, ഓരോന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ശരി.